ഹായ് അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് ഒരു ചമ്മന്തി തയ്യാറാക്കാം. മത്തി വെച്ചിട്ടാട്ടോ. മത്തി ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്താൽ മതി. അടിപൊളി ടേസ്റ്റുള്ള ഒരു ചമ്മന്തി റെഡിയാണ്. അതിന് നമുക്ക് ആദ്യം മത്തി ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഒരു വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് ചൂടായ ശേഷം നമുക്ക് ഇത് മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി മതി നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന മാതിരി തന്നെ എന്ത് ചെയ്യുമ്പോഴും കുറച്ചെടുത്ത് ചെയ്യാം. നമുക്കിത് ഇഷ്ടപ്പെടോ ഇല്ലേ എന്നുള്ള അറിയില്ലല്ലോ. അപ്പം ഞാനൊരു 8 മത്തിയാണ് ചെറുതെടുത്തത് കേട്ടോ. കൂടുതൽ എടുക്കാത്തത് ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കറിയൊന്നും ഇല്ലാതെ തന്നെ ഈ ചമ്മന്തി കൂട്ടിയിട്ട് നമുക്ക് ഒരു പറ ചോറ് തിന്നാന്ന് പറഞ്ഞ മാതിരി നമ്മളെ വയറ് നിറച്ച്, ഒരു പറ എന്ന് നമ്മളൊരു പറച്ചലാണ്, പക്ഷെ വയറ് നിറച്ച് കഴിക്കാം. അങ്ങനെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം. തേങ്ങ വെച്ചാൽ ഞാൻ ഒരു മുറി എടുത്തിട്ടില്ല കേട്ടോ, ഒന്നിന്റെ പകുതി എടുത്തില്ല, അതിന്റെ കാൽഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങന്റെ 1/4 ഭാഗമാണ് എടുത്തത്. എന്നിട്ട് അത് ചെരുകിയത് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഒരു 5-6 ചുവന്നുള്ളിയും 2 വെളുത്തുള്ളി അല്ലിയും, വേണമെങ്കിൽ പുളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് പുളി ചേർക്കാം. നമ്മൾ വാളൻ പുളി ഉപയോഗിക്കാത്തതിനെ കൊണ്ട് കുടംപുളിയാണ് ഉപയോഗിക്കില്ല, അപ്പോൾ ആ പുളി ഇല്ല, അതിനെ കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. മുളക് പൊടി ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ, അതിന് കൂടുമെന്ന് പേടിച്ചിട്ട്. ആവശ്യത്തിന് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുത്ത് വരാം. അപ്പോൾ മുളക് പൊടി കുറവാണ്, അപ്പോൾ മുളക് പൊടി ഞാൻ ഇത്തിരിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട ശേഷം മീൻ പൊരിച്ചിട്ട് അതിൻ്റെ മുള്ളൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് കറക്കി കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. കണ്ടോ, ഇപ്പം മുളകൊക്കെ പാകമായിരുന്നു. എരിവ് ആവശ്യമുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യട്ടോ. അങ്ങനെതാ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പല വെറൈറ്റി ചമ്മന്തി കണ്ടില്ലേ, മത്തിനെ കൊണ്ട് ഒരു വെറൈറ്റി ചമ്മന്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. കണ്ടോ, ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.